ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യുദ്ധസമ്മാൻ യോജന അനുസരിച്ച് 15 ലക്ഷം രൂപ ഒറ്റത്തവണയായി നൽകുന്നത് സംബന്ധിച്ച ഒരു പ്രൊപ്പോസൽ വന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമാണല്ലോ. എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. യുദ്ധസമ്മാൻ യോജന സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടവരിൽ പലരും ഞാൻ വിമുക്ത ഭടന്മാരെ മിസ്ഗൈഡ് ചെയ്യുകയാണെന്നും ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടില്ല എന്നും മറ്റും പല മെസ്സേജുകളും എനിക്ക് ലഭിച്ചു. ആദ്യം തന്നെ വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സിനോട് ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ പ്രൂഫോടുകൂടിയും അതോടൊപ്പം ആ ലെറ്ററുകളുടെ യാഥാർത്ഥ്യം പരിശോധിച്ചും മാത്രമാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാറുള്ളത്. ഇത് സംബന്ധിച്ച ലെറ്ററുകൾ ആർമിയും എയർഫോഴ്സും ആദ്യം തന്നെ പുറത്തിറക്കിയിരുന്നു. 23 ഓഗസ്റ്റ് 2024 ഡയറക്ടറേറ്റ് ഓഫ് നേവൽ വെറ്ററൻസും ഇത് സംബന്ധിച്ച ഒരു ലെറ്റർ എല്ലാ നേവൽ കമാൻഡുകൾക്കും അയച്ചിരുന്നു. ഇതിലും റെഫറൻസായി നമ്മുടെ ചർച്ചാ വിഷയമായ ഡയറക്ടറേറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയറിൻ്റെ 29 മെയ് 2024 ലെറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഈ ലെറ്ററിൻ്റെ 2ാം പാരഗ്രാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ പറയുന്നതനുസരിച്ച് യുദ്ധസമയ യോജനയുടെ കീഴിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ്, റെഗുലർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, PBORs, സിവിലിയൻസ് എന്നിവരിൽ 1965 1971 യുദ്ധങ്ങളിൽ സമർ സേവാ മെഡൽ, പൂർവി സ്റ്റാർ, പശ്ചിമി സ്റ്റാർ എന്നിവയിൽ ഏതെങ്കിലും മെഡൽ ലഭിച്ചവർക്ക് ഒറ്റത്തവണയായി 15 ലക്ഷം രൂപ നൽകുന്നത് സംബന്ധിച്ച് പ്രൊപ്പോസൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെയും ഡയറക്ടറേറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയറിൻ്റെയും പരിഗണനയിലാണ്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു പ്രൊപ്പോസലാണെന്നും ഈ പ്രൊപ്പോസൽ പരിഗണനയിലാണെന്നും. അതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇത് ലഭിക്കുമെന്ന ഒരു തീരുമാനവും ആയിട്ടില്ല. രണ്ടാമത്, ഈ പ്രൊപ്പോസൽ പോലും പരിഗണനയിൽ മാത്രമാണ്. ഇനി ഇത് ഫേക്ക് ലെറ്റർ ആണെന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യം, ഈ ലെറ്ററിൽ PBORs അഥവാ പേഴ്സണൽ ബിലോ ഓഫീസർ റാങ്ക്സ് എന്ന് നൽകിയിരിക്കുന്നത് സംബന്ധിച്ചാണ്. കാരണം ഇപ്പോൾ PBORs എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ORs അഥവാ അതർ റാങ്ക്സ് എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. ആയതിനാൽ ഈ ലെറ്റർ ഫേക്ക് ആണെന്നാണ് അവരുടെ വാദം. ഈ വാദവും തെറ്റാണ്. കാരണം ഈ പ്രൊപ്പോസൽ ബാധിക്കുന്നവരെ ആ സമയത്ത് PBORs എന്ന കാറ്റഗറിയിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ ഇതിലും തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് 15 ലക്ഷം രൂപ നൽകുന്നത് സംബന്ധിച്ച് ചിന്തിച്ചാൽ 1965 1971 സർവീസിൽ ഉണ്ടായിരുന്ന സൈനികരിൽ ഏതാണ്ട് മുഴുവൻ പേരും ഈ 2 യുദ്ധങ്ങളിലും ഏതെങ്കിലും ഒന്നിൽ ഉറപ്പായും പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം മെഡലുകളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധസമ്മാൻ യോജന എന്ന സ്കീം അനുസരിച്ച് ആദ്യം ഈ പറഞ്ഞ 15 ലക്ഷം രൂപ നൽകുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തപ്പോൾ SCOസിനും ECOസിനും അഥവാ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സിനും എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സിനും മാത്രമാണ് നൽകാൻ തീരുമാനിച്ചത്. അതും അവരിൽ പെൻഷൻ ലഭിക്കാത്തവർക്ക് മാത്രം. അതിനായി കളക്ട് ചെയ്ത ഡാറ്റ ഫോർമാറ്റ് തന്നെയാണ് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നതും. നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ്, ഈ 2 യുദ്ധങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുത്തവർക്ക് 15 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ അതിനായി സർക്കാരിന് എത്രത്തോളം രൂപയുടെ അധിക ഭാരം വരുമെന്നതും. ഷോർട്ട് സർവീസ് കമ്മീഷനും എമർജൻസി കമ്മീഷനും ചെയ്ത ഓഫീസേഴ്സിൽ പെൻഷൻ ലഭിക്കാത്തവരുടെ ഡാറ്റ നേരത്തെ തന്നെ കളക്ട് ചെയ്തതാണ്. ഇനിയുള്ളത് PBORsൻ്റെ ഡാറ്റയാണ്. PBORsലും ഈ യുദ്ധങ്ങളിൽ ഒന്നിലെങ്കിലും പങ്കെടുത്ത 10-12 വർഷം മാത്രം സർവീസ് ചെയ്ത് വിരമിച്ച ധാരാളം പേരുണ്ട്. ഇതിൽ പെൻഷൻ ലഭിക്കാത്തവരും ധാരാളമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രൊപ്പോസലിൽ തീരുമാനമായാലും ഞാൻ മുകളിൽ പറഞ്ഞ പെൻഷൻ ലഭിക്കാത്ത PBORsനും അവരുടെ വിധവകൾക്കും മാത്രമാകും ഈ സ്കീമിൻ്റെ ഗുണം ലഭിക്കുക. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ വന്ന ലെറ്ററുകളിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നാഷണൽ ചാനലായ ദൂരദർശൻ്റെ DD രാജസ്ഥാൻ ചാനലും ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നമുക്കൊന്ന്
പരിശോധിക്കാം. रक्षा मंत्रालय की ओर से वर्ष 1965 और 1971 के भारत पाक युद्ध में भाग लेने वाले सैनिकों को आर्थिक सहायता दी जाएगी. इस घोषणा के बाद नागौर जिले के पूर्व सैन्य अधिकारियों और जवानों ने खुशी जताते हुए भारत सरकार का आभार जताया है. भारत सरकार के रक्षा मंत्रालय ने सैनिकों के लिए कई बार जो पूर्व में लड़ाइयाँ लड़ चुके हैं उनके लिए कई प्रकार की घोषणाएं की है. अभी फिलहाल सरकार ने जो भारत पाक युद्ध 1965 और 1971 के दौरान लड़ाई लड़ी थी, वो पेंशनर और नॉन पेंशनर जिन्होंने पश्चिमी स्टार, पूर्वी स्टार और सेवा स्टार जिनके पास में है, वो लोगों को 15 लाख रुपए एक मुक्त देने की घोषणा की है, जो विचाराधीन है. और ये बहुत ही तगड़ी अच्छी घोषणा है, जिसमें लोगों के अंदर जो सेना में है उनके अंदर हमेशा युद्ध के मैदान में एक तरोताजा की स्थिति बनी रहती है, क्योंकि इतनी आर्थिक बड़ी सहायता देना सरकार का बड़ा अच्छा कदम है. और इसके लिए जो सैनिक रिटायर हो चुके हैं, सेवारत या जो अभी पेंशनर है, वो अपने पीपीओ, अपने आधार कार्ड, अपना पैन कार्ड और डिस्चार्ज बुक लेके अपने रिकॉर्ड कार्यालय जिससे वो सेवानिवृत्त हुए हैं वहाँ पर सीधा फॉर्म भर के भेज सकते हैं, जिससे उन्हें ये आर्थिक सहायता मिल सके. मैं ऑनरेडी नायब सूबेदार यासीन का, जो कि 71 की लड़ाई में मैंने भाग लिया था और भूमिका निभाई थी, उस दौरान में लड़ाई के दौरान में पाकिस्तानियों ने मुझे कैद कर लिया था. लगभग 1 साल के बाद में वापस पाकिस्तानी कैदियों का और हिंदुस्तानी कैदियों का आदान प्रदान हुआ था और हम बाघा बॉर्डर के जरिए हम यहाँ हिंदुस्तान आए थे. ये हमारी लड़ाई की भूमिका है. अभी हमने सुना है कि तो लड़ाई में जिन्होंने हिस्सा लिया है उनको गवर्नमेंट 15 लाख रुपए देने की घोषणा की है. तो बहुत ही अच्छा कदम है गवर्नमेंट का और हमारे लिए भी बहुत ही गौरवान्वित है. लेकिन अभी जो गवर्नमेंट का फैसला ये फौजियों के प्रति लिया है, इनकी जितनी तारीफ की जाए उतनी तारीफ कम है. और मैं ये सोचता हूँ कि जो भी आर्थिक सहायता फौजियों को दी जा रही है, ये गवर्नमेंट का जो विचार है ये वाकई में काबिल तारीफ है. और अभी तो ऐसी हालात है फौज की कि फौज बड़ी मतलब अपने चुस्ती के साथ बॉर्डर के ऊपर देश की रक्षा के लिए तैनात है. और अभी तो सहायता दी जाए, इससे उनका और मनोबल उच्च होगा और इसके सहायता वो तेरुजान से. എന്തായാലും കേരളത്തിലെ ജില്ലാ സൈനിക് ബോർഡുകൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രൊപ്പോസലും ലെറ്ററുകളും ഫേക്ക് അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.